ഈ അഹങ്കാരം എന്ന് പറഞ്ഞാൽ അഹം എന്നുള്ള ഭാവം ഉണ്ടാവും എല്ലാവർക്കും. അതാണ് മുന്നോട്ട് നയിക്കുന്നത്. അത് പലപ്പോഴും അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ എല്ലാവരിലും സംഭവിക്കാം. ചിലപ്പോൾ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. പക്ഷെ അഹന്ത എന്ന് പറയുന്നത്, ആ ഈഗോ എപ്പോഴും നല്ലതാണ് നമ്മൾ മുന്നോട്ട് നയിക്കാൻ. അത് നമ്മൾ പ്രൊഡക്റ്റീവ് ആക്കിയാൽ മതി. പലപ്പോഴും നമ്മൾ ഒരു റിയാലിറ്റി മനസ്സിലാക്കാതെ വേറെ ആളായി അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നിൽ ഉണ്ടായിരുന്നു ഒരു പോയിന്റിൽ. അത് വിൻസി പറഞ്ഞ കണ്ടോ, എനിക്കും അങ്ങനെ വിൻസിയിൽ നിന്നും അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവാർഡ് കിട്ടിക്കുമ്പോൾ വിൻസിയുടെ സ്വഭാവത്തിലൊരു മാറ്റം ഞാൻ പറയണമെന്ന് തോന്നി, വിൻസി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾ പറയും അല്ലേ വിൻസി? എനിക്കുണ്ടായ അനുഭവങ്ങൾ നമ്മൾ ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. എനിക്ക് കുഴപ്പമില്ല, ഞാൻ അങ്ങനെ പെരുമാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അല്ല വിൻസി തന്നെ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് കുറെ നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് ഹിറ്റ് ചെയ്യുന്നത്. എന്തോ സംതിങ് ഇസ് എൻ്റെ ഉള്ളിൽ എന്തോ റോങ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ മനസ്സിലാവുന്നത് റൈറ്റ് ആയ ട്രാക്കിലല്ല ഞാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി സ്വയം തിരുത്തി. ഇപ്പോൾ ഒരു റിലാക്സ് ഇല്ലേ? ഭയങ്കരമായിട്ട് എല്ലാവരും ഒരേപോലെ കാണാനും ഒക്കെ ഉള്ള ഒരു മെന്റാലിറ്റി ഉണ്ട്. ടീച്ചറായ മമ്മി ഉപദേശം തന്നില്ല? അപ്പച്ചനും അമ്മയാണ് ഏറ്റവും ആദ്യം മനസ്സിലാക്കിയത്. നീ പോകുന്ന ട്രാക്ക് കുറച്ച് കൂടുന്നുണ്ട്, താഴ്ത്തിവാന്ന് അപ്പച്ചനും അമ്മയാണ് ആദ്യം എന്നോട് പറഞ്ഞത്. അപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ നഷ്ടങ്ങൾ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഓക്കെ തിരുത്തേണ്ട സമയമായി.